ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിൽ കിച്ചണിലേക്ക് കയറിയതാട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രമെല്ലാം കഴുകാതെ ഇങ്ങനെ വെച്ചേക്കൂട്ടോ. വൈകുന്നേരമാണ് കഴുകുന്നത്. അതിന് കാരണമുണ്ട്. കാരണം നമ്മൾ രാവിലെ മുതൽ ഞങ്ങൾക്കിവിടെ ഇപ്പോൾ ടൈമൊക്കെ ചേഞ്ച് ചെയ്ത് രാവിലെ 8 മണി മുതൽ 1:30 വരെ ആട്ടോ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിലിങ്ങനെ നമ്മൾ ഫുള്ള് നിൽക്കുകയും അതുപോലെ തന്നെ നല്ല ഒച്ചയിൽ സ്ട്രെയിൻ എടുത്ത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ എത്രയും വേഗം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. കാരണം അത്ര ടയേർഡാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ പാത്രമൊന്നും കഴുകാൻ നിൽക്കില്ല കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് വന്ന് കഴുകുന്നത്. അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയം കൂടെയല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ അവിടെ ഇട്ടേക്കും. എന്നിട്ട് ഒരുമിച്ച് എല്ലാ പാത്രം കൂടി വൈകുന്നേരം കഴുകും. അപ്പം രാവിലെ ഉണ്ടാക്കിയ കറിയുടെ ബാക്കിയും അത് പാത്രത്തിൽ എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കാലിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഇതെല്ലാം കഴുകാനായിട്ട് സിങ്കിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴുകിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നമ്മുടെ ഗരം മസാലപ്പൊടി തീർന്നു പോയിട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് ദിവസത്തേനും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കുറച്ച് മസാലകളൊക്കെ എടുത്ത് വെക്കുകയാണ്. നമ്മുടെ പെരിഞ്ചീരകമുണ്ട്, അതുപോലെ തന്നെ ചെറിയ ജീരകം, പിന്നെ നമ്മുടെ ഏലക്ക, കുരുമുളക്, കറുവപ്പട്ട, പിന്നെ ജാതിപത്രി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ജാതിപത്രിയും അതുപോലെ തന്നെ കുരുമുളക് ചേച്ചി തന്നു വിട്ടാണ്, ഏലക്ക, അങ്ങനെ എല്ലാം. പിന്നെ ഞാൻ ഒരു പിടി ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലി എടുക്കുന്നുണ്ട്. മല്ലി ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ചാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇനി ഇതിപ്പോൾ എല്ലാം കൂടി ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാടങ്ങ് ചൂടാക്കുന്നില്ല കേട്ടോ. അപ്പം വളരെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി അതിനകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെയൊക്കെ അംശമോ അല്ലെങ്കിൽ തണുത്തിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഒന്ന് റെഡിയാകാനായിട്ട് മാത്രം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാടങ്ങ് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മസാലയുടെ ആ ഒരു നല്ലൊരു മണമൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അത്രയും അങ്ങ് ചൂടാക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പം ഈ നല്ല ഫ്രഷ് ആയിട്ടുള്ള മസാല നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ അതുപോലെ തന്നെ മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറികൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് അളവിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചെറിയ രീതിയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കേട്ടോ. എനിക്ക് ആക്ച്വലി സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാതിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു സന്തോഷം കിട്ടും. ശരിക്കും ഒരു വീട്ടമ്മയുടെ സന്തോഷത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പലപ്പോഴും പല വീട്ടമ്മമാർക്കും സമയം കിട്ടാറില്ല കേട്ടോ. നമ്മുടെ സന്തോഷമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം എപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ സന്തോഷം, നമുക്ക് എന്താണോ സന്തോഷം നൽകുന്നത്, ആ ഒരു സന്തോഷത്തിന് വേണ്ടി അല്പമെങ്കിലും സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. പലപ്പോഴും നമ്മളതിന് സമയം കണ്ടെത്താറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മാത്രമല്ല എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഭർത്താവിനും അതുപോലെ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഫാമിലിയോടുള്ള മറ്റ് മെമ്പേഴ്സിനും വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ കുറേയൊക്കെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കെന്താണോ സന്തോഷം നൽകുന്നത്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കി നോക്കുക, അപ്പം അത് പരീക്ഷിച്ച് നോക്കുക, അത് ഉണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുക. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷമാട്ടോ ഇനിയിപ്പോൾ ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കറുവപ്പട്ടയൊക്കെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മിക്സി ജാറിന് കേടായിരിക്കും. അപ്പോൾ ഞാൻ സന്തോഷത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നെങ്കിൽ മാത്രമല്ലേ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾക്ക്
എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം പോലെ തന്നെ നമ്മുടെ മനസ്സും എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ആ ഒരു കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം എന്താണോ നമുക്ക് സന്തോഷം നൽകുന്നത് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതേ നമ്മുടെ മസാല ഇവിടെ ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ചെറിയ രീതിയിൽ പൊതിച്ചു. ഞാൻ ചിലപ്പം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം വന്ന് കുക്ക് ചെയ്യും കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എന്തെങ്കിലും പെട്ടെന്ന് സ്നാക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുമെങ്കിൽ അന്നേരം തന്നെ ഞാൻ വന്ന് ഉണ്ടാക്കും. അതിപ്പം ആ സമയത്ത് ചൂടാണെങ്കിലും എന്ത് തടസ്സമാണെങ്കിലും എനിക്കത് ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഞാൻ ഉണ്ടാക്കും. അതാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷമെന്ന്. അതുണ്ടാക്കി കഴിയുമ്പോൾ, അതുണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ല അടിപൊളി മസാല, ഗരം മസാല ഇവിടെ റെഡി. നല്ല മണമാണ് കേട്ടോ. ഇപ്പോൾ കിച്ചണിലും നമ്മുടെ വീട്ടിലും ഫുള്ള് നല്ല മണമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇച്ചാനും മോനും കൂടെ കൂടി ടൗണിൽ പോയിരുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നിരുന്നു കേട്ടോ. പച്ചക്കറി അതുപോലുള്ള മറ്റ് ഗ്രോസറീസ് എല്ലാം തീർന്നിരുന്നു. അപ്പോൾ ദേ 2 ദിവസമായിട്ട് ഞങ്ങൾക്ക് നല്ല മഴയാട്ടോ. ചൂടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ശക്തമായ ചൂടായിരുന്നു. എന്തായാലും ഭയങ്കര ലക്കായിട്ട് തന്നെ നമുക്ക് മഴ കിട്ടി. അപ്പോൾ മഴ കിട്ടിയപ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. പിന്നെ തീർത്തും അങ്ങോട്ട് ചൂട് മാറിയിട്ടൊന്നുമില്ല. ഇവിടെ എത്ര മഴ പെയ്താലും നോർത്ത് ഇന്ത്യയിൽ ചെറിയൊരു ഹ്യൂമിഡിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം എന്തായാലും വലിയ ആശ്വാസമാണ് നമുക്ക് ഈ ഒരു മഴ കിട്ടിയത്. അപ്പം ആ ഒരു സമയത്ത് അവർ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചപ്പം അവർക്ക് സ്മാർട്ട് പോയിൻറ്റിൽ നിന്ന് ഒരു കുട അതിൻ്റെ കൂടെ ഇതായിട്ട് കിട്ടിട്ടോ. അപ്പോൾ ഈ മഴയുടെ സീസണൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും കുട കിട്ടിയപ്പം അത് മൾട്ടി കളറിലുള്ള കുടയായിരുന്നു. കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെ ഇനിയിപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ എടുത്തു വെക്കും കേട്ടോ. ഇച്ചാന് അത് എടുത്തു വെച്ചില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം കേട്ടോ. അപ്പോൾ എന്നോട് ഞാനത് സ്വല്പം താമസിച്ച് അല്ലെങ്കിൽ പിന്നത്തേന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചാനും പറയും ഞാൻ ആദ്യം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആദ്യം തന്നെ എല്ലാം എന്താണ് കൊണ്ടുവന്നതെന്ന് നോക്കിയതിന് ശേഷമേ ബാക്കി പണികൾ ചെയ്യാവുള്ളൂ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എപ്പോൾ സാധനം കൊണ്ടുവന്നാലും അന്നേരം തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന സഞ്ചിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഞാൻ പുറത്തെടുത്ത് വെക്കും കേട്ടോ. അത് ഇച്ചാനും ഉപയോഗിച്ച് തന്നെ ചെയ്യും. കാരണം നമ്മളത് കണ്ടു എന്നാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അന്നേരം തന്നെ വന്ന് അതിൻ്റെ ഡിബ്ബകളിലും അതിൻ്റെ സ്ഥലത്തും എടുത്ത് മാറ്റി വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അധികം കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യാറില്ല വൈകുന്നേരം, എങ്കിലും ചെറിയ രീതിയിൽ കുക്കിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ എൻ്റെ മസാലപ്പൊടികളും ഞാൻ ചെയ്ത കുറേ സജഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ലോഗ്സും കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.